ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യോദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. പദാനുപദം. ത്വദുക്തേ അങ്ങുന്ന് പറഞ്ഞ, അഹനി ദിവസം, പ്രാപ്തേ എത്തിയപ്പോൾ, ഭൂമിതലേ ഭൂമിയെല്ലാം, വാരിധാരാ പരിപ്ലുതേ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ, മുനീന്ദ്രഃ മുനിശ്രേഷ്ഠൻ, സത്യവ്രതൻ, സപ്തർഷിഭിഃ സാർദ്ധം സപ്തർഷികളോടൊപ്പം, അപാരവാരിണി കര കാണാത്ത പ്രളയജലത്തിൽ, ഉദ്ഘൂർണമാനഃ ചുറ്റിത്തിരിയുന്നവനായി, ത്വാം അങ്ങയെ, ശരണം യയൗ ശരണം പ്രാപിച്ചു. വിവർത്തനം. അവിടുന്ന് പറഞ്ഞ ദിവസം എത്തിയപ്പോൾ, പ്രളയജലത്തിൽ ഭൂമിയെല്ലാം മുങ്ങിയപ്പോൾ, സത്യവ്രതൻ സപ്തർഷികളോടൊപ്പം കര കാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിഞ്ഞ് അങ്ങയെ ശരണം പ്രാപിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമി തോണിയുടെ രൂപമെടുത്തു സപ്തർഷികളോടൊപ്പം സത്യവ്രതന്റെ അടുത്തെത്തി. സപ്തർഷികൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണെന്നു പുരാണം. 7 പേരാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ഓരോ മന്വന്തരം കഴിയുമ്പോഴും പുതിയ സപ്തർഷികൾ വരുന്നു. മരീചി, അംഗിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ എന്നിവരാണ് ഇപ്പോഴത്തെ മന്വന്തരത്തിലെ സപ്തർഷികൾ. സപ്തർഷികൾ നക്ഷത്രരൂപത്തിൽ വടക്കേ ആകാശത്തിൽ നിൽക്കുന്നുവെന്നു സങ്കൽപ്പിച്ചിരിക്കുന്നു. സപ്തർഷി നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിലും അശ്വതി മുതലുള്ള നക്ഷത്രങ്ങളിൽ 100 കൊല്ലം വീതം നിൽക്കുമെന്നാണു ജ്യോതിഷം പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.